ഹലോ ഫ്രണ്ട്സ്, എല്ലാ പ്രേക്ഷകർക്കും മല്ലുദിയ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചെറിയ യാത്രയിലാണ്. സമയം വെളുപ്പിന് 4 മണി. ഇത്രയും നേരത്തെ പോകുന്നതിൻ്റെ കാര്യം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ഒറ്റയ്ക്കല്ല, അമ്മയും എൻ്റെ ഒപ്പം ഉണ്ട്. അമ്മയെ മെഡിക്കൽ കോളേജിൽ ഗ്യാസ്ട്രോ വിഭാഗത്തിൽ കാണിക്കാൻ കൊണ്ടുപോവുകയാണ്. അമ്മയും അച്ഛനും റോഡിലോട്ട് ഇറങ്ങി നിൽപ്പുണ്ട് കേട്ടോ. പക്ഷേ അമ്മ മാത്രമേ നമ്മളോടൊപ്പം വരുന്നുള്ളൂ. നമ്മൾ നാഷണൽ ഹൈവേയിൽ കൂടിയാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വെളുപ്പിനെ പമ്പിൽ കയറുന്നത്. നല്ല കളർഫുള്ളാണ്. ഇത് തോന്നയ്ക്കിലുള്ള ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പാണ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് വലിയ പമ്പും ഇതാണ്. വെളുപ്പം രാവിലെ ആയതുകൊണ്ട് തിരക്ക് നല്ല കുറവുണ്ട്. പിന്നെ ചെറിയ മഴയുണ്ട്. വരുന്ന വണ്ടികളെല്ലാം നല്ല സ്പീഡിലാണ്. ഇപ്പോൾ ഇവിടെ റോഡിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് ഒരുപാട് ഡീവിയേഷൻസ് ഉണ്ട്. പക്ഷേ അവർ ഒരു പ്രശ്നവും ഇല്ലാത്ത പോലെയാണ് പോകുന്നത്. ഈ വലതുഭാഗത്ത് കാണുന്നത് കഴക്കൂട്ടത്തെ എലിവേറ്റഡ് ഹൈവേ ആണ്. ഈ ഫ്ലൈ ഓവർ അത്ര നിസ്സാരക്കാരനല്ല കേട്ടോ. 2.7 കിലോമീറ്റർ നീളത്തിലുള്ള ഈ പാലം കേരളത്തിലെ ഏറ്റവും വലിയ 4 വരി മേൽപ്പാലമാണ്. എന്തായാലും ഈ പാലം വന്നതിന് ശേഷം തിരക്ക് നന്നായി കുറഞ്ഞിട്ടുണ്ട്. ഈ പാലത്തിൽ കൂടെ വണ്ടി ഓടിച്ചിട്ടുള്ളവർ കമൻ്റ് അടിക്കണേ. അങ്ങനെ നമ്മളൊരു 4:45 മെഡിക്കൽ കോളേജ് എത്തി. 1951 അന്നത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജായ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് നമുക്ക് സമ്മാനിച്ചത്. ഈ കാണുന്നത് ശില്പി ആര്യനാട് രാജേന്ദ്രൻ നിർമ്മിച്ച അമ്മയും കുഞ്ഞും എന്ന പ്രതിമയാണ്. അങ്ങനെ നമ്മൾ തിരക്കി പിടിച്ച് ഗ്യാസ്ട്രോയിൽ എത്തി കേട്ടോ. നമുക്ക് മുന്നേ ഇവിടെ വന്ന ഒരുപാട് പേരുണ്ട്. അത്യാവശ്യം മോശമല്ലാത്തൊരു ക്യൂവും തുടങ്ങി. ഗേറ്റൊന്നും തുറന്നിട്ടില്ല. അകത്തൊന്നും ആരെയും കാണാനുമില്ല. ആ കാണുന്ന ജനലാണ് ഇവിടുത്തെ ഫാർമസി. ഇപ്പോൾ വെട്ടം വീണ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ കണ്ടോ ഗൈസ്, നമ്മൾ ഇത്രയും രാവിലെ വന്നതിൻ്റെ കാര്യം എല്ലാവർക്കും മനസ്സിലായില്ലേ? അസാമാന്യ ക്യൂ ആണിവിടെ. അങ്ങനെ നമ്മൾ ഡോക്ടറിനെ കണ്ടിറങ്ങിയപ്പോൾ നല്ല മഴ, നല്ല വിശപ്പും ഉണ്ട്. 10:30 മണിയായി. ഹായ്. അങ്ങ് ദൂരെ കാണുന്നതാണ് കാര്യവട്ടത്തുള്ള ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം. അങ്ങനെ നമ്മളിപ്പോൾ കണിയാപുരത്തുള്ള ആര്യാസിലെത്തി. രാവിലെ തന്നെ നല്ല പീസ്ഫുൾ ആംബിയൻസ് ആണ് ഇവിടെ. ആ ഫിഷ് ടാങ്കിൽ കിടക്കുന്ന ആളെ മനസ്സിലായോ? ഇതാണ് സ്ക്ലീറോപേജസ് ഫോർമോസ് എന്ന ഏഷ്യൻ അരോമന. മീനെ നോക്കിയിരുന്നപ്പോൾ ഒരു തൊട്ടി നിറയെ സാമ്പാറും ചമ്മന്തിയും മുളക് കറിയും എത്തി. പോരാത്തതിന് ചമ്മന്തിപ്പൊടി, ഓയിലും മുളക് ചമ്മന്തിപ്പൊടിയും എല്ലാം മേശപ്പുറത്ത് മുൻപേ സെറ്റായിരുന്നു കേട്ടോ. വളരെ ഫാസ്റ്റായിട്ട് തന്നെ എൻ്റെ ഫേവറേറ്റ് മസാല ദോശ എത്തി. ദോശ മാത്രമല്ല, ഉഴുന്നുവടയും. എനിക്ക് മസാല ദോശയുടെ കൂടെ സാമ്പാർ കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. നല്ല വിശപ്പുള്ളത് കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കുന്നില്ല. എങ്കിലും എല്ലാം ഒന്ന് ഓടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫുഡായിരുന്നു കേട്ടോ. തിരിച്ചിറങ്ങിയപ്പോൾ നല്ല മഴക്കോളുണ്ട്. ഈ കാണുന്നത് കണിയാപുരം KSRTC ഡിപ്പോയാണ്. പിന്നെ ആ കാണുന്നത് ടെക്നോ പാർക്കിൻ്റെ ഫേസ് 4 ആണ്. അങ്ങനെ നമ്മൾ തിരിച്ച് ഹോം പ്ലേസിലെത്തി. സിറ്റിയോട് ചേർന്നാണെങ്കിലും നല്ലൊരു നാട്ടുമ്പുറമാണ് നമ്മുടേത്. ഒരുപാട് അമ്പലങ്ങളൊക്കെ ഉണ്ട്. അവസാനം നമ്മൾ വീട്ടിലെത്തി. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.